എല്ലാവർക്കും സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആഗമനകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗത്ത് നാം കണ്ടുമുട്ടുക വിശുദ്ധ സ്നാപകയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് വിചിന്തിക്കുന്ന, എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വചനഭാഗമാണിത്. പലപ്പോഴായിട്ട് സക്കറിയായുടെ അവിശ്വസ്തതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എലിസബത്തിൻ്റെയും സക്കറിയയുടെയും ദൈവത്തിനോടുള്ള ഒരു മനോഭാവത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, എലിസബത്ത് വന്ധ്യയായിരുന്നു. യഹൂദര പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ശാപമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. ആ ശാപത്തിനിടയിലും അത്രമാത്രം സങ്കടങ്ങളിലൂടെ അവൾ കടന്നു പോകുമ്പോഴൊക്കെ അവൾ ദൈവത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. അതിനുശേഷമുള്ള തുടർന്നുള്ള വായനയിൽ നാം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് സക്കറിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപാർപ്പണത്തിനായിട്ട് യാത്രയായെന്ന്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാകും. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ അവിടെ കടന്നു പോകുമ്പോഴും ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിനെ ആരാധിക്കുവാനുമായിട്ടുള്ള അവരുടെ ഒരു മനസ്സിനെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒരുപാട് നന്ദികൾ പറയും, ഒരുപാട് മെഴുകുതിരികൾ കത്തിക്കും. പക്ഷെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തമോ ഒരു സങ്കടമോ വന്നെത്തുമ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തിനെ കാണുന്നത്? എൻ്റെ ദൈവത്തിനോട് എനിക്ക് നന്ദി പറയാനായിട്ട് പറ്റുന്നുണ്ടോ? കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് പല സിനിമാ നടന്മാരും പല സെലിബ്രിറ്റികളൊക്കെ പറയുന്നതിങ്ങനെ കേട്ടായിരുന്നു, നന്മകൾ മാത്രമല്ല ദൈവത്തിന് കൊടുക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും നന്മകൾ മാത്രമല്ല, ജീവിതത്തിലോട്ട് കടന്നു വരുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന പോലെ ഒരുപാട് സങ്കടങ്ങളെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് അതൊരു ധൂപാർപ്പണമായിട്ട് സക്രിയ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു ധൂപാർപ്പണമായിട്ട് അത് മാറ്റുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക, അതിനൊരു മഹത്വം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ആ ധൂപാർപ്പണ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സക്രിയയോട് പറയുന്നത്, നിനക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മളും ഇവരെ പോലെ ഒന്നായിത്തീരുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പലപ്പോഴും നമ്മൾ നന്ദികൾ പറയും അനുഗ്രഹങ്ങൾക്ക് മാത്രം. ജീവിതത്തിലെ പരാജയങ്ങളെ, ജീവിതത്തിൽ തിക്ത അനുഭവങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മുന്തിരികൾ തളർത്തില്ലെങ്കിലും എൻ്റെ ആലയിൽ കന്നുകാലില്ലാതായാലും ഞാൻ ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കറിയാം, ഈ കാലത്തിൻ്റെ പേര് തന്നെ മംഗളവാർത്താ കാലം എന്നാണ്. മംഗളവാർത്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സക്രിയയുടെ ജീവിതത്തിൽ എലിസബത്തിൻ്റെ ജീവിതത്തിലും അത്രമാത്രം മംഗളകരമൊന്നും ആയിരുന്നില്ല. അതിനുശേഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയ ശേഷമാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ മംഗളകരമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിലെ നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ധൂപാർപ്പണമായിട്ട് കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സങ്കടങ്ങൾക്ക് മുകളിൽ, ആ വേദനകൾക്ക് മുകളിൽ, ആ പരാജയങ്ങൾക്ക് മുകളിൽ ദൈവം മംഗളകരമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുവാനായിട്ട് ഇടവരും. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ലോകം മുഴുവനും നമ്മളെ കണ്ടെത്തേണ്ടത് അങ്ങനെയാണ്. അവനെ നോക്കുക, അവൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കിടയിലും ദേവാലയത്തിലേക്ക് പോകുവാനും ബലി അർപ്പിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും അവൻ മനസ്സാകുന്നുവെന്ന് പുറമേയുള്ളവർ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മംഗളവാർത്തയായിട്ട് മാറും. ഈ മംഗളവാർത്താ കാലം അത് തന്നെ നമ്മളെ പഠിപ്പിക്കുക. നീയും ഞാനും നാം എല്ലാവരും മറ്റുള്ളവർക്ക് ഒരു മംഗളകരമായ, ഒരു സന്തോഷകരമായ വാർത്തകളായിട്ട് മാറാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ എന്തുമാകട്ടെ, പരാജയങ്ങളാകട്ടെ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളാകട്ടെ,
ഒറ്റപ്പെടലുകളാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം കയ്യിൽ ചേർത്ത് വെച്ച് ഒരു ധൂപം പോലെ വിശുദ്ധ കുർബാനയിൽ നീ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഒരു മംഗളകരമായിട്ട് മാറും. അതിനാൽ ഈ കാലഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു മംഗളകരമായ വാർത്തയായിട്ട്, സന്തോഷം നൽകുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.